നമുക്ക് കത്ത് വന്നിരിക്കുന്ന എറണാകുളത്തു നിന്നാണ്. രതീഷ് മാധവനാണ് കത്ത് അയച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പ്രോഗ്രാമൊക്കെ വളരെ താല്പര്യത്തോടെ കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രശ്നം പറഞ്ഞിരിക്കുന്നത്, ഞാൻ MCA കഴിഞ്ഞതാണ്, പഠനത്തിലെല്ലാം നല്ല വിജയം നേടിയതാണ്. പക്ഷേ എനിക്കെൻ്റെ കഴിവിൻ്റെയും പരിശ്രമത്തിനും അനുസരിച്ചുള്ള തൃപ്തിയുള്ള ഒരു ജോലി ഇതുവരെയായിട്ട് ലഭിച്ചിട്ടില്ല. എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്നും അതിൻ്റെ പരിഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അർഹിക്കുന്നതും അവകാശപ്പെട്ടതും സംതൃപ്തികരവും ആയിട്ടുള്ള വേലകൾ, ജോലികൾ, കർമ്മരംഗങ്ങൾ, പ്രൊഫഷൻ എന്നിവ പലർക്കും കിട്ടാറില്ല. കിട്ടുന്നവർ അതറിയുന്നുമില്ല. 12 രാശികളിൽ ജനിച്ച ലഗ്നത്തിൻ്റെ ഭാഗ്യസ്ഥാനം കൊണ്ടാണ് അവരവരുടെ ഏത് കർമ്മരംഗമാണെങ്കിലും ആ കർമ്മരംഗത്തിൽ അപ്ഗ്രേഡ് ആവുന്നത്. ചിലർ ഓട്ടോമാറ്റിക്കലി ഒന്നും അറിയാതെ തന്നെ അപ്ഗ്രേഡായി പോവും. ചിലർക്ക് അവർ അടിക്കുന്ന അവർ പഠിച്ച് പാസ്സായിരിക്കുന്ന ഡിഗ്രിക്കനുസരിച്ച് അവരുടെ കഴിവനുസരിച്ച്, അവരുടെ പ്രവർത്തനം, അവരുടെ ആത്മാർത്ഥത അനുസരിച്ച്, പരിശ്രമം അനുസരിച്ച്, ഉത്സാഹമനുസരിച്ച്, അവരുടെ പ്രവർത്തനം അനുസരിച്ച് ഉള്ള ഒരു മേൽഗതിയോ ഒരു അഭിവൃദ്ധിയോ ഒരു ഐശ്വര്യമോ ഉന്നമനമോ ഉയർച്ചയോ ജീവിത വളർച്ചയോ ജീവിത നേട്ടങ്ങളോ ഇല്ലാത്ത അലയുന്ന ഒട്ടനവധി പേർ നമ്മുടെ സമൂഹത്തിൽ വിവിധ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഉണ്ട്. കഴിവുണ്ട്, യോഗ്യതയുണ്ട്, പരിശ്രമമുണ്ട്, എത്തേണ്ടിടത്ത് എത്തുന്നില്ല. അപ്പോൾ ഡിഗ്രിക്കനുസരിച്ചുള്ള ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ അതിന് സംതൃപ്തി ഉണ്ടാകുകയില്ല. അപ്പോൾ ആത്മസംതൃപ്തിക്ക് ഭാഗ്യരാശിയിൽ നല്ല ഡിഗ്രി ബലത്തോടെ, യോഗബലത്തോടെ ഏത് ഗ്രഹം നിന്നാലും കുഴപ്പമില്ല. നിൽക്കുന്ന ഗ്രഹം വളരെ പവർഫുൾ ആയിരിക്കണം എന്ന് മാത്രം. നാം ഇരട്ടത്തൊരു ബൾബോ ഒരു ട്യൂബോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രകാശ ഉപകരണങ്ങളോ നല്ല വോൾട്ടേജ് നിന്നാൽ ആ അന്ധകാരം മാറും. പകരം ട്യൂബുണ്ട്, വലിയ വലിയ ലൈറ്റുകളുണ്ട്, വോൾട്ടേജ് ഇല്ലെങ്കിൽ വെട്ടമില്ല എന്ന് പറയുന്ന പോലെ ഡിഗ്രിക്കനുസരിച്ചുള്ള ജോലി കിട്ടാത്തത് ഭാഗ്യത്തിൽ ശനിപുത്രനായ ഗുളികൻ എന്ന് പറയും. അങ്ങനെ ഒരു ഗ്രഹം നമുക്ക് ദൃഷ്ടി കൊണ്ട് കാണാൻ നിവൃത്തിയില്ല. ഈ കറണ്ട് പോലെ ഒരു എനർജിയാണ്. അല്ലെങ്കിൽ ഈ രാഹു പോലെ ഒരു സാങ്കല്പിക വിഷഗ്രഹമാണ്. അതിനേക്കാൾ 10 മടങ്ങ് 10 ഇരട്ടി വിഷഗ്രഹമാണ് ഗുളികൻ. ഗുളിക പ്രമാണത്തിലുള്ള വലിപ്പമേ ഉള്ളൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഗ്രഹങ്ങളെ അപേക്ഷിച്ച് വളരെ 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 ചിന്ന ഗ്രഹവും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറഞ്ഞുകൂടിയ ഒരു വിഷഗ്രാമകവുമാണ്. സമയബിന്ദുവായിട്ടും പറയുന്നു. അതായത് കലണ്ടറുകളിലൊക്കെ ഗുളികോദയം അല്ലെങ്കിൽ ഗുളികകാലം, രാഹുകാലം എന്നൊക്കെ ഉണ്ട്. നമ്മൾ ഈ മോഡേൺ യുഗത്തിലും എന്ത് രാഹുകാലം, എന്ത് ഗുളികകാലം, എന്ന് യമകണ്ഠകാലം എന്നൊക്കെ പറയും. സത്യത്തിൽ ഈ നിഴൽ ബാധിക്കുന്ന സമയം രാഹുവും വിഷം കൂടുതൽ വരുന്ന സമയം ഗുളികനും അതുപോലെ തന്നെ യമകണ്ഠകൻ രണ്ടും കൂടെ ബന്ധിക്കുന്ന സമയബിന്ദു യമകണ്ഠകനും ഈ രാഹു കഴിഞ്ഞ ഉടനെ വ്യാഴ ഉദയ സമയങ്ങളും ഈ സമയങ്ങളൊക്കെ കണക്കാക്കി പഴയ ഋഷീശ്വരന്മാർ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തൊക്കെയാണ് ഭാഗ്യരാശിയിൽ ഗുളികൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് നിൽക്കുന്നത്. അതുകൊണ്ട് അർഹിക്കുന്നതും അവകാശപ്പെട്ടതും ലക്ഷ്യമിട്ടതും പരിശ്രമിക്കുന്നതുമായ ആ ഫലത്തിലേക്ക് വരുന്നില്ല. അവിടുന്ന് ഊർന്ന് താഴോട്ട് പോവുകയാണ്. അതെത്തണമെങ്കിൽ ആ ഗുളികനെ, സാങ്കല്പിക ഗുളികനെ, ശനിപുത്രനെ, ഈ സർപ്പക്ഷേത്രത്തിൽ ഗുളികൻ പാട്ടുണ്ട്, പുള്ളവർ കിടന്ന് പാടുന്ന പാട്ടൊക്കെ ഉണ്ടല്ലോ, അത് ഗുളികൻ്റെ ക്ഷേത്രത്തിൽ കൊടുത്ത് വറനേദ്യം, അതായത് ഉണക്കലരി, ശർക്കര, നാളികേരെല്ലാം കൂടെ വറുത്ത് ഗുളികനെ നിവേദിക്കുക. ഒരു പാമ്പിൻ്റെ രൂപമാണ്, ബാക്കി ഊടലാണ്. അവിടെ പാടിക്കുകയും ഗുളികനെ ഗരുഡ പഞ്ചാക്ഷരി എന്ന് പറയുന്ന
കർമ്മങ്ങൾ അവനവൻ്റെ കഴിവനുസരിച്ച് അല്ലെങ്കിൽ എത്ര വയസ്സായി എന്ന് കണക്കാക്കി പരിശ്രമിക്കുന്നതിനൊക്കെ ഒരു പ്രായപരിധിയുണ്ടല്ലോ ഒരു മനുഷ്യൻ്റെ അധ്വാനത്തിനൊക്കെ. ബാല്യം, കൗമാരം, യൗവനം, പിന്നെ വാർദ്ധക്യം, ജരാനരകൾ വന്നാൽ പിന്നെ കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. കഷ്ടപ്പാടിന് തടി പൊങ്ങിയിട്ട് വേണ്ടേ കഷ്ടപ്പെടാൻ. അപ്പം ഉണ്ടാവുന്ന ഒരു കാലഘട്ടം ഏതാണ്ടൊരു 20 വയസ്സ് അല്ലെ 25 വയസ്സ് മുതൽ 20 വയസ്സ് മുതൽ ഒരു 60-65 വയസ്സ് വരെയൊക്കെയാണ് പരിശ്രമം കൂടുതൽ ചെയ്യാവുന്നത്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിട്ടയർമെൻ്റ് ആവുകയാണ് ജീവിതത്തോട് തന്നെ. അപ്പോൾ ഈ സമയങ്ങൾക്കുള്ളിൽ അഭിവൃദ്ധിപ്പെടണമെങ്കിൽ ജാതക നിലയിൽ ഗുളികൻ ഭാഗ്യത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം ഗരുഡ പഞ്ചാക്ഷരി എന്ന് പറയുന്ന കർമ്മമാണ്. പിന്നെ ഗുളികൻ പാട്ട് നടത്തിക്കുക. പിന്നെ കഴിവതും ഇതാണ് നമ്മുടെ അനുഭവം എന്ന് കണ്ടും കൊണ്ട് കിട്ടുന്ന ആ നല്ല അവസരങ്ങളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു 30% മുതൽ 50% വരെ മാറി പുതിയ ജോലി കാര്യങ്ങളുമൊക്കെ കിട്ടാനും അവസരങ്ങളുമൊക്കെ വരും. പക്ഷേ അതൊരു 12 കൊല്ലം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിടയ്ക്കിടയ്ക്ക് ഈ പ്രതിവിധികളൊക്കെ പുതുക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഷുഗറും പ്രഷറും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞ മാതിരി എന്നും അത് ശാസ്ത്രമായിട്ടല്ല ആണ്ടോടാണ്ട് ചെക്ക് ചെയ്യണം. അതുപോലെ ഗുളികൻ്റെ ശക്തിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. കാരണം അത് ജന്മന പിറവിയാലേ ഉള്ളതാണ്. അതിന് പ്രതിവിധികളൊക്കെ ചെയ്ത് പ്രാർത്ഥനകളുമൊക്കെ ചെയ്ത് ദാനധർമ്മങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുക. ഇങ്ങനെയൊന്ന് പരിശ്രമിച്ച് നോക്കൂ. ഏതാണ്ടൊരു 6 മാസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെതായ വ്യത്യാസം വരും. ഇപ്രകാരം വ്യത്യാസങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സതീഷ് മാധവൻ വീണ്ടും ഒരു കത്ത് ദേവാമൂർത്തിലോട്ട് എഴുതുക.